ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദയും അതേപോലെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഇത് രണ്ടും കൂടെ തണുത്ത വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10-20 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് പരത്തിയെടുക്കാം. 6 പത്തിരിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അതിന് ഏറ്റവും മേലെ വെക്കുന്നതും താഴെ വെക്കുന്നതും നമുക്ക് നല്ല വട്ടം വേണം. ഉൾഭാഗത്ത് വെക്കുന്നത് അത്ര വട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇത് പരത്തി ഇനി ഇത് ചുട്ടെടുക്കണം. ചുട്ടതിൻ്റെ ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് എല്ലില്ലാത്ത ഇറച്ചിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരുള്ള ഇറച്ചി വേണം. അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ബീഫ് മസാല 1/2 ടീസ്പൂണ്, ഇതെല്ലാം എടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. അതേപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സവാള നന്നായിട്ട് കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്കത് മസാലയിലേക്കുള്ള ബീഫ് റെഡിയായി. ഇതേപോലെ ക്യാപ്സിക്കാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മസാല കൂട്ട് റെഡിയായി. ഇനി കുറച്ച് ബീഫ് മസാല 1/2 ടീസ്പൂണ്. മുളകും മഞ്ഞളൊക്കെ നമ്മൾ ഇറച്ചിയിലിട്ട് വേവിച്ച കാരണം നമ്മൾക്ക് ഈ മസാലക്കൂട്ടിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മുളകും എല്ലാം അതിലുണ്ടാകും. ഇനി ഇതൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മസാലക്കൂട്ട് റെഡിയായി. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒരു ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ 2 തേങ്ങയുടെ ഫസ്റ്റ് പാല് മാത്രം, നമ്മൾ വെള്ളം ചേർക്കാത്ത പാലാണ്, അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിടണം ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഇറച്ചിയുടെ കൂട്ടും ഓരോ പത്തിരി വയ്ക്കുക. അതിൻ്റെ മീതെ അതേപോലെ ഇറച്ചിയുടെ കൂട്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയാണ് വിതറി കൊടുക്കുന്നത്. അതേപോലെ ഈ 6 പത്തിരിയും നമുക്ക് ഇതേപോലെ കോഴിമുട്ടയിൽ മുക്കുക, അതേപോലെ തേങ്ങാപ്പാലിൽ മുക്കുക, എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്ത് കൊടുക്കുക. ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലക്കാരുടെ സ്പെഷ്യൽ ഐറ്റം കൂടെയാണ്. ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള ഒരാളുള്ള കാരണം നമ്മൾക്ക് അങ്ങനെ പഠിച്ചതാണ്. ഇത് നമുക്ക് പത്തിരിയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് 6 പത്തിരി എടുത്തിട്ടുള്ളൂ. അത് കൂടുതലും വേണമെങ്കിൽ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ
ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ബാക്കി വരുന്ന ഈ തേങ്ങാപ്പാലും അതേപോലെ കോഴിമുട്ടയുടെ കൂട്ടും കൂടെ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുകയാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ ആ പത്തിരിയും കൂടെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മീതെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കോഴിമുട്ട ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഇനി തേങ്ങാപ്പാലും കൂടെ ഇതിൻ്റെ മീതൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ മല്ലിയിലയും കൂടെ ഇതിൻ്റെ മീതെ വിതറി കൊടുക്കുക. ഇനി നമ്മളിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഹൈയിൽ തന്നെ ആദ്യം കത്തിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് ലോ ആക്കി കൊടുക്കുക. മൊത്തത്തിലൊരു 40 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നല്ല മണം വരും, വെന്ത മണം. അതേപോലെ ഇത് എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ. ഇനി അതൊന്ന് തിരിച്ചിട്ടതിൻ്റെ ശേഷം നമ്മളൊന്നും കൂടി ഇത് സ്റ്റൗവിലേക്ക് വെക്കണം. ഇത് ചെയ്യുന്നതിലിടയ്ക്ക് കറണ്ട് പോയി, അതാണ് അത് കൃത്യമായിട്ട് കാണാതിരുന്നത്. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തത് വേറൊരു ഫ്രൈ പാനിൽ വേണമെങ്കിൽ വെക്കാം. അത് തിരിച്ചിട്ട് 10 മിനിറ്റ് കിടന്നാൽ മതി. മൊത്തത്തിൽ 40 മിനിറ്റാണ് ഇതിൻ്റെ വേവ് വരുന്നത്. അങ്ങനെ ചട്ടിപ്പത്തിരി റെഡിയായി. ഇനി ഇത് മുറിച്ച് കഴിക്കാൻ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതാവും. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.